ഹരേ കൃഷ്ണ. ഹനുമാൻ കഥയിൽ രാവണ യുദ്ധം അവസാന ഭാഗമാണ് ഞാനിവിടെ പറയുവാൻ പോകുന്നത്. കഴിഞ്ഞ ഭാഗത്ത് രാവണൻ ശക്തിയായുധമേറ്റ് ലക്ഷ്മണനെ വീഴ്ത്തി എന്നാണ് പറഞ്ഞു നിർത്തിയത്. അങ്ങനെ ശ്രീരാമൻ പറയുകയാണ്, നിങ്ങൾ കുമാരൻ്റെ അടുത്ത് നിന്നും മാറരുത്. ഞാൻ വളരെ കാലമായി ആഗ്രഹിച്ചു കൊണ്ടിരുന്ന സമയം ഇതാഗതമായിരിക്കുകയാണ്. ഇനി അധികം താമസമുണ്ടാവില്ല. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ രാവണൻ. ഇത്രയും പറഞ്ഞ ശേഷം ശ്രീരാമൻ രാവണനെ ലക്ഷ്യമാക്കി ശരവർഷം ആരംഭിച്ചു. ശ്രീരാമൻ്റെ അമ്പുകളേറ്റ് രാവണൻ തളർന്നു വീണു. അത് കണ്ട് ദാശരഥി പറഞ്ഞ്, അങ്ങ് ക്ഷീണിതനാണ്, വിശ്രമമെടുത്തിട്ട് വരൂ. ഇനി യുദ്ധം ചെയ്താൽ പരാജയം സംഭവിക്കുമെന്ന് ഭയന്ന രാവണൻ സമരമുഖത്തു നിന്നും പിന്തിരിഞ്ഞു. രാവണൻ പിന്തിരിഞ്ഞ ശേഷം ശ്രീരാമൻ യുദ്ധം മതിയാക്കി ലക്ഷ്മണൻ്റെ സമീപത്തേക്ക് ഓടിയെത്തി. അപ്പോൾ ശ്രീരാമൻ്റെ ദുഃഖം അണപൊട്ടി ഒഴുകി. വൈദ്യനായ സുഷേണൻ ലക്ഷ്മണനെ ചികിത്സിച്ചു. എല്ലാവരുടെയും മുഖത്തെ ഉത്കണ്ഠ കണ്ട് രാമൻ പറഞ്ഞു, സുഷേണ, എൻ്റെ അനുജൻ്റെ കിടപ്പ് കണ്ടില്ലേ? ഞാനിതെങ്ങനെ സഹിക്കാനാണ്? ഇവനെ പോലെയുള്ള ഒരു സഹോദരനെ എനിക്കിനി എവിടെ നിന്നും കിട്ടാനാണ്? എന്നെ ഒരു നിഴൽ പോലെ പിന്തുടർന്ന് പിരിഞ്ഞിവരില്ലാതെ എനിക്ക് ഈ രാജ്യം എന്തിനാണ്? സീത എന്തിനാണ്? അയോധ്യയിൽ മടങ്ങിച്ചെന്ന് കൗസല്യാമ്മയോടും സുമിത്രാമ്മയോടും എന്ത് സമാധാനമാണ് ഞാൻ പറയുക? അത് കേട്ട് വൈദ്യനായ സുഷേണൻ ശ്രീരാമനെ ആശ്വസിപ്പിച്ചു. പ്രഭു, അവിടുന്ന് എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? കുമാരൻ മരിച്ചിട്ടില്ല. കുമാരൻ്റെ പ്രാണൻ പോയിട്ടില്ല. അധികം താമസിയാതെ അസുഖമൊക്കെ മാറും. അങ്ങ് സമാധാനമായിട്ടിരിക്കുക. പിന്നീട് സുഷേണൻ ഹനുമാന്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അനുജ, നീ ഒന്നുകൂടി ഔഷധ പർവ്വതത്തിൽ പോയി മൃതസഞ്ജീവനി കൊണ്ടുവരിക. മല കയറി പറിച്ചു കൊണ്ടുവരാൻ പ്രയാസമാണെങ്കിൽ മലയോടെടുത്തു കൊണ്ടുവരിക. അത് കേട്ട ഉടനെ ഹനുമാൻ ഞൊടിയിട കൊണ്ട് ഔഷധ പർവ്വതം പിഴുതെടുത്തു കൊണ്ടുവന്നു. സുഷേണൻ ആവശ്യമായ ഔഷധങ്ങൾ എടുത്തു പ്രയോഗിച്ചു. ലക്ഷ്മണൻ കണ്ണു തുറന്നു ചുറ്റും നോക്കി. ശ്രീരാമൻ അനുജനെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, പൊന്നനുജ, നിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഞാൻ എത്ര ദുഃഖിച്ചെന്നോ? നീ ഇല്ലാതായാൽ ഈ ജ്യേഷ്ഠൻ പിന്നെ ജീവിച്ചിരിക്കുന്നത് എന്തിനാണർത്ഥം? എന്തിന് രാവണനെ കൊല്ലണം? ദൈവാധീനം കൊണ്ട് നിന്നെ തിരിച്ചു കിട്ടി. ശ്രീരാമൻ്റെ സ്നേഹനിർഭരമായ വാക്കുകൾ കേട്ട് ലക്ഷ്മണന് വളരെ സന്തോഷം തോന്നി. ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ജ്യേഷ്ഠൻ്റെ ശത്രുവധം മറക്കരുത്. എൻ്റെ നില